നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു PDF ഫയലാണ്. ഈ PDF ഫയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മാർജിൻ ഇട്ടിട്ടില്ല, ഫൂട്ടർ ഇല്ല. അപ്പം വേർഡിൽ ചില ആൾക്കാർ ഫയലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് മാർജിനും ഫൂട്ടറും ഒന്നും സെറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ അവർ PDF ആയിട്ട് നമുക്ക് കൊണ്ടുവരും. ഇൻ കേസ് അങ്ങനെ ഒരു ഫയൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ചേട്ടാ ഇതിലൊന്ന് ഫൂട്ടറോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ PDF ആണെങ്കിൽ നമ്മളെല്ലാവരും പറയും അയ്യോ ചേട്ടാ ഇത് നടക്കത്തില്ല, PDF ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് ഇൻഡിസൈൻ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ മൾട്ടി പേജ് PDF നമുക്ക് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇൻഡിസൈൻ ഓപ്പൺ ചെയ്യുക. ഇൻഡിസൈൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോയിൽ യൂട്ടിലിറ്റീസ് അതിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് പോവുക. സ്ക്രിപ്റ്റിനകത്ത് പോകുമ്പോൾ ഇതിനകത്ത് സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കിടക്കുന്നുണ്ട്. ഈ സാമ്പിൾസിൽ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, VB സ്ക്രിപ്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജാവാസ്ക്രിപ്റ്റിലും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം സെയിം സംഭവം തന്നെ VB സ്ക്രിപ്റ്റിലും ഉണ്ട്. ഓക്കെ, ഞാൻ ജാവാസ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ജാവാസ്ക്രിപ്റ്റിൽ താഴോട്ട് പോകുമ്പോൾ പ്ലേസ് മൾട്ടിപ്പിൾ പേജ് PDF എന്നും പറഞ്ഞിട്ടൊരു ജാവാസ്ക്രിപ്റ്റ് കിടപ്പുണ്ടാവും. ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ, നേരത്തെ പറഞ്ഞ PDF എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു A4 എടുക്കുന്നു. A4 എടുത്ത് ഓക്കെ കൊടുത്തതിന് ശേഷം പ്ലേസ് മൾട്ടിപ്പിൾ PDF അടിക്കുക. നമ്മുടെ PDF ഡോക്യുമെൻ്റ് എടുക്കുക. അതിനുശേഷം ചൂസ് എ ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. ന്യൂ ഡോക്യുമെൻ്റ് വേണോ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻ്റ് ആണോ? അപ്പം നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻ്റ് ഓക്കെ കൊടുക്കുക. അതാണ് A4. ഓക്കെ, അൺടൈറ്റിൽഡ് 3 A4 സൈസിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും പ്ലേസ് PDF ഓൺ 1. യെസ്, നമുക്ക് 1 മുതൽ മതി. നമ്മുടെ PDF ഇതിൽ പ്ലേസ് ആയിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ഇമേജ് നമ്മൾ ഈ ഇൻഡിസൈനിലേക്ക് വലിച്ചിടുമ്പം ഡിസ്പ്ലേ പെർഫോമൻസ് സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പെർഫോമൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് കുറച്ചുകൂടെ ഡിസ്പ്ലേ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങിന് നമുക്ക് ഒരു ടിപ്പിക്കൽ ഡിസ്പ്ലേ പെർഫോമൻസ് മതി നമുക്ക്. ഓക്കെ, നമുക്കിനിയും ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേജ് നമ്പർ ഇതിനില്ല, പേജ് നമ്പർ സെറ്റ് ചെയ്യണം, ഫൂട്ടർ സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകണം. വിൻഡോയിൽ പേജസ് F12 ആണ്. പേജസിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് A മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. A മാസ്റ്റർ എടുക്കുന്നു. A മാസ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് ഒരു ബ്ലാങ്ക് മാസ്റ്റർ പേജ് നമുക്ക് 2 സെറ്റ് ചെയ്തു. ഇതിലാണ് നമ്മൾ ഫൂട്ടറും നമ്പറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു മാർജിൻ സെറ്റ് ചെയ്യാം. മാർജിനല്ല, ഒരു ബോർഡർ. എല്ലാ പേജിനും ഒരു ബോർഡർ വേണം നമുക്ക്. നമ്മൾ ബോർഡർ സെറ്റ് ചെയ്തു. അതൊരു ഇത്തിരി സ്റ്റൈലായിക്കോട്ടെ. അതിൻ്റെ ഒരു കോപ്പി ഓൾട്ട് ഷിഫ്റ്റ് നൽകി പിടിച്ച് ഞാൻ ആ ബോർഡറിൻ്റെ ഒരു കോപ്പി ഇപ്പുറത്തോട്ട് വെച്ചു. എന്നിട്ട് പേജ് നമ്പർ ആഡ് ചെയ്യാൻ പോവുക. ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്ത് വരച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ നോക്കി ഇൻസേർട്ട് സ്പെഷ്യൽ ക്യാരക്ടറിനകത്ത് മാർക്കറിനകത്ത് കറണ്ട് പേജ് നമ്പർ. ഓക്കെ, നമ്മളത് അടിക്കുന്നു. അതൊരുവിധം അതിൻ്റെ പൊസിഷനിൽ നോക്കി സെറ്റ് ചെയ്ത് വെക്കുന്നു. താഴത്ത് തന്നെ വെക്കുന്നു. വേറൊരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. നമ്മൾ നീട്ടി വരയ്ക്കുന്നു. നീട്ടി വരച്ചിട്ട് നമുക്ക് എന്താണ് ഫൂട്ടർ വേണ്ടത്. ഞാനിപ്പോൾ ഫൂട്ടർ ഫോർ ദിസ് പ്രോജക്റ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുക. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ടൈപ്പ് ചെയ്യുന്നത്. അത് റൈറ്റ് ജസ്റ്റിഫൈ ചെയ്തു. അതിനുശേഷം അടിയിൽ കൊണ്ട് വെച്ചു. സെയിം കോപ്പി ആൾട്ട് നോക്കി പിടിച്ച് സെയിം കോപ്പി എടുത്തു. എന്നിട്ട് ഇപ്പുറത്തെ മാസ്റ്ററിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചു. ഓക്കെ, നമ്മുടെ മാസ്റ്റർ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഒരു ഹെഡറും കൂടി വേണമെന്ന് വെച്ചോ. നമ്മൾ
മേളിൽ കൊണ്ടുവച്ച് ലെഫ്റ്റ് സെറ്റ് ചെയ്ത് ഹെഡർ എന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വെക്കാം. ഇത്ര സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേജസിൻ്റെ ഏതെങ്കിലും ഒരു പേജസ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഇത്രയും സംഭവം വന്നിട്ടുണ്ട്. ഫൂട്ടറായി, പേജ് നമ്പറായി, ബോർഡറായി, ഹെഡറായി കാര്യങ്ങളായിട്ടുണ്ട്. അപ്പം ഈ സെയിം സാധനം തന്നെ നമുക്ക് ഫയല് എക്സ്പോർട്ട് കൊടുത്ത് നമുക്കൊരു എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ എടുത്തതിന് ശേഷം നമുക്ക് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പേജ് സെലക്ട് ചെയ്യുന്നു, ഹൈ ക്വാളിറ്റി പ്രിൻ്റ് സെലക്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് കൊടുക്കുന്നു. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനകം നമ്മുടെ ഫയല് നമ്മളെവിടെയാണോ സേവ് ചെയ്തിരുന്നത് അവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്പൺ വിത്ത് ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഓപ്പണായി. ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഫസ്റ്റ് പേജിൽ നമുക്ക് ഈ ഹെഡറിൻ്റെ ആവശ്യമില്ലെന്ന് വെച്ചോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ആ സെയിം ഫയൽ ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് പേജിൽ പോവുക, എന്നിട്ട് ഈ സംഭവത്തിൽ നമുക്കൊരു വൈറ്റ് ബോക്സ് അവിടെ അങ്ങോട്ട് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോഴത്തേക്കും അത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ സംഭവം വരത്തില്ല. അതുപോലെ തന്നെ സെയിം വൈറ്റ് ബോക്സ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇല്ലേ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഇത്രയും വൈറ്റ് ബോക്സ് വെക്കുന്നതിനേക്കാൾ നല്ലത് ഈ ടോട്ടൽ ഈ ഒരു PDF-ൻ്റെ പേജിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. PDF-ൻ്റെ പേജ് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സ്വാച്ചസിൽ പോയിട്ട് നമ്മൾ ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വൈറ്റിലേക്ക് മാറ്റുന്നു. വൈറ്റിലേക്ക് മാറ്റി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് PDF-ൽ നിന്ന് വരുന്നത്. അപ്പം കണ്ടോ ഇത് മറച്ചു വെക്കുന്നു, ഈ ഒരു സംഭവം മറച്ചു വെക്കുന്നു. അതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമുക്കൊരു ബോർഡർ വേണമെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് ഒരു ബോക്സ് ഇതിൻ്റെ കൂടെ അങ്ങ് വരയ്ക്കുന്നു, ബോർഡർ മാത്രമാക്കുന്നു. എന്നിട്ട് നമ്മൾ സെയിം സ്ട്രോക്ക് കൊടുക്കുന്നു, സെയിം സംഭവം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ ഇതാവും. ഓക്കെ, ഇനിയിപ്പം എന്താ അതുപോലെ തന്നെ ചില പേജ് ബ്ലാങ്ക് ആണ്, പക്ഷെ നമുക്ക് അവിടെ ഫൂട്ടറും ഇതും വേണ്ട. സെയിം പ്രൊസീജർ നേരത്തെ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, ഇതിങ്ങനെ ആക്കുക. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിനകത്ത് 1-2 പേജൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് താഴോട്ട് ഇങ്ങനെ പോവുക. ഏതൊക്കെ പേജിലാണ് നമുക്ക് അങ്ങനെ എല്ലാം വരേണ്ടത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതൊക്കെ മാറ്റം വരുത്തിയതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഓൾവേസ് എക്സ്പോർട്ട് ചെയ്ത സംഭവം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം. ഇപ്പം മനോഹരമായിട്ട് സംഭവം നമ്മളതെല്ലാം റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ പേജിൽ കണ്ട ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പരമാവധി ഈ വീഡിയോ ഒക്കെ അറിയാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ്.